നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ കൈമളേട്ടാ? ആവർത്തന വിരസമായ സബ്ജക്റ്റ് തന്നെയാ പറയാൻ പോകുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ കാര്യം പറയുമ്പോൾ നിനക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. പറയാൻ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലായി. എന്റെ മകനായിരുന്നവന്റെ കാര്യമല്ലേ, എനിക്കത് കേൾക്കണമെന്നില്ല. എന്താ രാജലക്ഷ്മി അവന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും ക്രൂരമായ ഒരു പിടിവാശി? വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് അത് എന്തിനാ കൈമളേട്ട പറയിപ്പിക്കുന്നേ? മകനെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു അമ്മയല്ലേ ഞാൻ. ഒന്ന് ക്ഷമിച്ചുകൂടെ നിനക്ക്? അവൻ ചെയ്ത തെറ്റെത്ര വലുതാണെങ്കിലും അവനത് തിരുത്താൻ തയ്യാറായില്ലേ വന്നിരിക്കുന്നത്? ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ നിനക്കും അറിവുള്ളതല്ലേ? തെറ്റ് തിരുത്താൻ തയ്യാറായി വന്ന മകനെ സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇവൻ തെറ്റുതിരുത്തി വന്നതൊന്നുമല്ല, ഗത്യന്തരമില്ലാതെ വന്നു പോയതാ. 1-2 കൊല്ലമല്ല, 18 കൊല്ലമാ അവൻ നമ്മളിൽ നിന്ന് മാറി നിന്നത്. നമ്മളെ വിട്ടേക്ക്, ആ നന്ദിനിയെ ഉപേക്ഷിച്ച് മാറി നടന്നത്. അവളൊരു അനാഥയാണെന്ന് ഇവൻ അറിയാമായിരുന്നു. നമ്മൾ കൈവിട്ടാൽ ഒരിടത്തേക്കും പോകാൻ അവക്ക് വഴിയില്ലായിരുന്നു. എന്തായാലും അവൻ തിരികെ വന്നില്ലേ? എപ്പോഴാ കൈമളേട്ട തിരികെ വന്നത്? മാധുരിയെ മരിച്ച് ജയിലിലായി മറ്റാരും ഇല്ലാതെ വന്നപ്പോ അല്ലേ? ഇനി അവനെ ആരും അടുപ്പിക്കില്ല. എന്നാ പിന്നെ ഇങ്ങോട്ട് അടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആ പാവം പെണ്ണിനെ ഒരിക്കൽ കൂടി അങ്ങ് ചതിച്ചേക്കാമെന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. എന്താ, അനാഥയായ ഒരു പെണ്ണായി ജനിച്ചു പോയതിന്റെ പേരിൽ നന്ദിനി അങ്ങ് സഹിക്കുമെന്ന് കരുതിയോ? ഈ പെണ്ണെന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിയാണോ? അവളുടെ മനസ്സെന്താ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ആണോ? ആണുങ്ങൾക്ക് എന്തു ആവാം. ഒന്നിലധികം സ്ത്രീകളെ കൂടെ കൂട്ടി താമസിപ്പിച്ചാൽ അത് ആണത്വം, അതിന് അംഗീകാരം. ഭാര്യയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അത് അവിഹിതം. അതിനൊക്കെ കുറെ സദാചാര പോലീസും. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനാ ഞാൻ എന്റെ മകളായി നന്ദിനിയെ അംഗീകരിച്ചത്. ജയരാമന്റെ ചതിയിൽ ചെന്ന് ചാടാൻ ഇനി എന്റെ മകൾ തയ്യാറല്ല. രാജലക്ഷ്മി, ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കൈമളേട്ട. നമ്മൾ തമ്മിലുള്ള ജീവിതത്തിന് ഒരു ബോണ്ടുണ്ട്, അത് മരണം വരെ തുടരണം. വെറുതെ പാഴായി വളർന്ന ഒരു മകന്റെ പേരിൽ ഞാനും കൈമളേട്ടനും തമ്മിൽ മുഷിയാൻ പാടില്ല. രാജലക്ഷ്മി, നീ കരുതുന്നത് പോലെ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല നമ്മുടെ മകൻ. ആ മാധുരി അവനെ ചുറ്റിച്ചതാ. ഏതൊരു പെണ്ണ് ചുറ്റിക്കാൻ വന്നാലും ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് കാണാതെ അവൻ പോവരുതായിരുന്നു. ഈ ഗിരിയുടെ ഉദ്ദേശം എന്താണ്? അയാൾ നന്ദിനിയോട് ഇത്രയും വലിയ അടുപ്പം കാണിക്കുന്നതിൽ ജയരാമിന് നല്ല വിഷമമുണ്ട്. ഒരു പെണ്ണും ആണ് സ്നേഹത്തോടെ ഇടപഴകുന്നത് കണ്ട അതിനൊക്കെ ഇമ്മോറാലിറ്റി കണ്ടെത്തുന്ന കാലം പണ്ടായിരുന്നു. ഇത് കാലം വേറെയാ. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. ഗിരിയും നന്ദിനിയും ഒരേ ഓർഫനേജിൽ ഒരുമിച്ച് വളർന്നവരാ. കരഞ്ഞു തളർന്ന് കര കയറിയവർ. അതുകൊണ്ട് അവനോട് കൈമളേട്ടൻ പറഞ്ഞേക്ക്, നന്ദിനിയുടെ കാര്യത്തിൽ ജയരാമന് വേവലാതി വേണ്ടാന്ന്. ഗിരിക്കും നന്ദിനിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം ഞാൻ നടത്തിക്കൊടുക്കും. രാജലക്ഷ്മി, അവനോട് അവന്റെ പാട്ടിന് പോവാൻ പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.